ഒരിക്കലൊരു ആശ്രമത്തിൽ ശിഷ്യന്മാർ തമ്മിൽ പൊരിഞ്ഞ തർക്കം നടക്കുകയാണ്. ശിഷ്യന്മാർ തമ്മിലുള്ള ഈ അസഭ്യ വർഷം കേട്ട് ഗുരു അവരോട് പിരിഞ്ഞു പോകാനൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ശിഷ്യന്മാർ ഈ വഴക്കിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവർ തമ്മിൽ ഭയങ്കര വഴക്കാണ്. അവസാനം ഗുരു അവരെ ശകാരിച്ചപ്പോൾ അവർ ആ വഴക്കൊക്കെ അവസാനിപ്പിച്ചു. അവർ എല്ലാവരും വീട്ടിലേക്ക് മടങ്ങി. പിറ്റേന്ന് ഈ ശിഷ്യന്മാരെല്ലാം ആശ്രമത്തിലേക്ക് തിരിച്ചെത്തുന്നു. തലേ ദിവസത്തെ വഴക്കിനെക്കുറിച്ച് ഗുരു അവരോട് സംസാരിക്കാൻ തുടങ്ങി, ചെറുതായിട്ടൊക്കെ ഉപദേശിക്കാൻ തുടങ്ങി. ഗുരു ഉപദേശിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു ശിഷ്യൻ ചോദിച്ചു, ഗുരു, ഇതെല്ലാം ഇന്നലെ അവസാനിച്ചതല്ലേ, പിന്നെ എന്തിനാണ് ഇന്നും അങ്ങ് ഞങ്ങളെ ഉപദേശിക്കുന്നത്? ഗുരു ആ ശിഷ്യന്മാരെ എല്ലാം നോക്കിയിട്ട് അവരുടെ കയ്യിൽ പല്ല് തേക്കുന്ന ഒരു പേസ്റ്റ് നൽകി. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഈ ട്യൂബിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളത്രയും പേസ്റ്റ് ഓരോരുത്തരും എടുത്തു. എല്ലാവരും എടുത്തു കഴിഞ്ഞപ്പോൾ ഗുരു അവരോട് പറഞ്ഞു, ഇനി എടുത്ത ഈ പേസ്റ്റ് തിരിച്ചിതിനകത്തേക്ക് തന്നെ നിറയ്ക്കുക. ഇളിഭ്യരായി നിന്ന ശിഷ്യരോട് ഗുരു തുടരുകയാണ്, ഇന്നലെ നിങ്ങൾ പറഞ്ഞതെല്ലാം വെളിയിൽ തന്നെ കിടപ്പുണ്ട്, ആർക്കും തിരിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ കേൾക്കുന്നതൊന്നും ശബ്ദം അവസാനിക്കുമ്പോൾ വിസ്മരിക്കപ്പെടില്ല. അവയെല്ലാം എക്കോയായി ചെവിയിലും ഹൃദയത്തിലൊക്കെ ഉണ്ടാകും. കാണുന്നതെല്ലാം കാഴ്ച നഷ്ടപ്പെട്ടാലും നമ്മുടെ കൺമുന്നിൽ ഇങ്ങനെ തെളിഞ്ഞു വരും.